മുഖ്യമന്ത്രി. അപ്പോൾ എന്താണ് ഈ JPC? ജോയിന്റ് പാർലമെന്ററി കമ്മിറ്റി എന്നുള്ളതാണ് ഈ JPC എന്ന് പറയുന്നത്. ഒരു വിഷയത്തിന്റെയോ ബില്ലിന്റെയോ വിശദമായ പരിശോധനയ്ക്കായി പാർലമെന്റ് രൂപീകരിക്കുന്ന കമ്മിറ്റിയെയാണ് JPC അഥവാ ജോയിന്റ് പാർലമെന്റ് കമ്മിറ്റി എന്ന് പറയുന്നത്. പാർലമെന്റ് ഇരുസഭകളിൽ നിന്നും, അതായത് ലോക്സഭയിൽ നിന്നും രാജ്യസഭയിൽ നിന്നും ഭരണപക്ഷത്തു നിന്നും പ്രതിപക്ഷത്തു നിന്നും ഇതിൽ അംഗങ്ങളുണ്ടായിരുന്നു. ഇതിൽ നിശ്ചിതമായ ഒരു അംഗസംഖ്യയില്ല. പാർലമെന്റാണ് ഇതിലേക്കുള്ള അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്നത്. ഈ വിശദമായ അന്വേഷണത്തിന് ശേഷം ഈ കമ്മിറ്റികൾ പിരിച്ചുവിടുകയാണുള്ളത്. അതുകൊണ്ട് ഇത് അഡ്ഹോക് കമ്മിറ്റികളാണ്. ഉന്നതരിൽ നിന്നോ പബ്ലിക് ബോഡികളിൽ നിന്നോ അല്ലെങ്കിൽ അസോസിയേഷനിൽ നിന്നോ വ്യക്തികളിൽ നിന്നോ ഒക്കെ തെളിവെടുപ്പ് നടത്തുന്നതിനായിട്ടുള്ള അധികാരം ഈ ജോയിന്റ് പാർലമെന്ററി കമ്മിറ്റി. ലോക്സഭാ സ്പീക്കറുടെ അംഗീകാരത്തോടെ ക്യാബിനറ്റ് റാങ്കുള്ള മന്ത്രിമാരെ വരെ തെളിവെടുപ്പിന് വിളിക്കാനുള്ള അധികാരവും ജോയിന്റ് പാർലമെന്ററി കമ്മിറ്റി. ഇതുവരെ ഏകദേശം 9 പ്രധാനപ്പെട്ട JPC കമ്മിറ്റികൾ രൂപീകരിച്ചു എന്നുള്ളതാണ് കണക്കുകൾ പറയുന്നത്. അതിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ളത് 2011 നടന്ന 2G സ്പെക്ട്രം കേസ്, അതുപോലെ 2013 നടന്ന VVIP ചോപ്പർ അഴിമതി കേസ്,